അർബഅത്തും മിന തുയൂരി തുയ്യിറു. പക്ഷികളിൽ നിന്നുള്ള 4 പക്ഷികളുടെ സ്വഭാവം നിങ്ങൾ ഒഴിവാക്കണം. ഏതാണ് 4 പക്ഷികൾ? താഊസുന ദീകുൻ ഉറാബുൻ നസ്റു. ഒന്ന് നമ്മുടെ മയില്. നമ്മുടെ മയില് എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷി. 2 ദീക്ക് പൂവൻകോഴി. 3 ഉറാബ് കാക്ക CROW. 4 പരുന്ത്. ഈ 4 ജീവികളിൽ ഓരോന്നിലും 4 വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഏതൊക്കെയാത്? കിബ്റുൻ വശഹ്വാത്തുൻ വഹിർസുൻ വഉജുബ്. വിശദീകരിക്കാം. ഈ 4 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഫഹാദിഹി, ഈ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം അസ്ഹാബുൽ കദിബ്, കള്ളന്മാരുടെ സ്വഭാവം. ഏതാണ് ഈ 4 പ്രശ്നം? ഒന്നാമത്തത് താഊസ്, മയില്, പീകോക്ക്. അതിന്റെ പ്രശ്നം എന്താ? കിബർ. പീലി വിടർത്തിയാൽ ഞാൻ എന്ന ഭാവം മൂപ്പർക്ക് ഒരു 2 ആട്ടത്തിലുണ്ടാവും. പുതിയ ഫോണ് മൂപ്പര് ഇറക്കിയാല് സുജൂദിൽ 2-3 തൊട്ട് അവിടെ വെച്ചോണ്ടിരിക്കും. മുപ്പരാറ്റൊരു പുതിയ വാച്ച് കെട്ടിയെങ്കിൽ ഈ കൈ ഇങ്ങനെ പൊന്തിച്ചോണ്ടിരിക്കുകയും ചെയ്യും. ഈ കൈ കൊണ്ടേ ചൊറിയും. മൂപ്പര് വേറെ മോതിരാറ്റം പുതിയ ഇട്ടെങ്കിൽ ഈ വിരൽ വേറെ തന്നെ ആയിരിക്കും. ഒന്നിച്ചൊന്നും ഉണ്ടാവില്ല. ഇതൊരു വേറെ തന്നെ ഒരു കളിയായിരിക്കും. പുതിയ വേഷം, പുതിയ ഭാവം, പുതിയ വണ്ടി, പുതിയ മോതിരം, പുതിയ വാച്ച്, പുതിയ ചെരുപ്പ്, പുതിയ തലീക്കെട്ട്, പുതിയ ഡ്രസ്സ്. ഇതൊന്നും ധരിക്കുന്നതിൽ ഇസ്ലാം തെറ്റില്ല എന്ന് മാത്രമല്ല, നല്ല കാര്യമാണോ? വൃത്തിയിൽ നടക്കണം. പക്ഷേ വേറൊരാളെ നിന്ദിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. മനുഷ്യനെപ്പോഴും ദുനിയാവിൽ ചെറുതാവണം എന്നല്ലേ. വലിയ വീട് അധികം നോക്കാതിരിക്കൽ തന്നെ സുന്നത്താ സൂഫിയാക്കളുടെ ഭാഷയിൽ. അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ, ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? കാരണം നമുക്കതിനോട് ഇങ്ങനെ പൂതി വന്നിട്ട് ഇങ്ങനെ പൂതി വരും. മയിലിനുള്ള പ്രശ്നം അതാണ്. അതൊരു കിബറനാണ്. എനിക്കാണ് ഭയങ്കര സൗന്ദര്യം, അതുകൊണ്ടാണ് മാല പർദ്ദൻ്റെ പുറത്തുവിടും. ഈ മാല അങ്ങോട്ട് കാണിക്കണമല്ലോ. ഈ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചല്ല പറയണത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. രണ്ടാമത്തേത് ദീക്ക്, പൂവൻകോഴി. പൂവൻകോഴിക്ക് എന്താ പ്രശ്നം? ശഹുവത്താണ്, അമിതമായ ലൈംഗികദാഹം. പൊതുവെ ഓരോരുത്തരിൽ ഉണ്ടാകുന്ന താല്പര്യം ഉണ്ടാവും, പക്ഷെ ഇതൊരു അമിതമായ ലൈംഗികദാഹമായിരിക്കും. നന്നായിട്ടൊരു പിടക്കോഴിയെ ആസ്വദിച്ചിട്ടുണ്ടാവും ഈ പൂവൻകോഴി. എന്നാലും വേറൊരു പിടക്കോഴി പോകുമ്പോൾ ഒന്ന് കൊത്തിയിട്ടേ പോകുള്ളൂ. ഭാര്യയൊക്കെ ഉണ്ടാവും, എന്നാലും ഭാര്യൻ്റെ അനിയത്തിനെ നോക്കൂ. ഇത് ഒരു തരം പൊട്ടനാണ്. ഭാര്യൻ്റെ ഏട്ടത്തിനെ നോക്കുക, ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യനെ നോക്കുക, +2 പെൺപിള്ളേരെ നോക്കുക. ഇതിങ്ങനെ ഒരു തരം എന്തിപ്പോൾ അവനെപ്പറ്റി പറയേണ്ടതും വാക്കുകളില്ല. അതിന് ചില ശരിയാവും. ഒരു തരം ഷഹ്വത്താണ്. ഇങ്ങനെ ഒരു പ്രേമക്കേസിലൊക്കെ പിടിച്ച് ശരിയാക്കിയതാണ്, എന്നാലും വേറൊന്നിലേക്ക് ഇങ്ങനെ പോകും. ഒരു അമിതമായ ലൈംഗികത, ഇതൊന്നും മനുഷ്യന്മാർക്ക് പറ്റിയതല്ല. മൂന്നാമത്തത് ഉറാബ്, കാക്ക. ഈ അബ്ദുൽ ഹവക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായി പറയണത്. കാക്കന്റെ സ്വഭാവം എന്താ? ഹിർസ്, അലച്ച, ആർത്തി. എത്ര വയറ് നിറച്ച് തിന്നാലും കാക്ക ഒന്ന് പറന്നു പോകുമ്പോൾ ഒരു എലി ചത്തത് കണ്ടിനെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ ഉള്ളൂ. ബിരിയാണി, മന്തി, പൊറോട്ട, ചപ്പാത്തി, നൂൽപുട്ട് എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് എന്ന് ആമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാലും ചോദിക്കും പുഡിംഗ് ഒന്നുമില്ല, പുഡിംഗ് എന്ന് കഴിഞ്ഞാലും ഐസ്ക്രീം പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധിച്ചോണ്ട് ഞാൻ തിന്നാ, കുറച്ചെടുത്തോളി. ഇങ്ങനെ തീറ്റപ്പണ്ടാരങ്ങളായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അവരെ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ എന്നാ ചോദിക്കണത്. ഉറാബ്, കാക്ക. നമ്മൾ അങ്ങനെയാണോ നമ്മൾ ആലോചിക്കണം. അതിനാണ് ഈ വേദി. നാലാമത്തത് നസ്ർ, പരുന്ത്, ഈഗിൾ. ഈ പരുന്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനാണ് മുകളിൽ എന്ന ചിന്ത ഉപ്പർക്കുണ്ടാവും. ഞാനാണ് മുകളിൽ എന്ന ചിന്ത ഉണ്ടാവും. അതാണ് ഉജുബ്, ഉൾനാട്യം. എന്നോട് ഉപദേശിക്കാൻ ഓറാരാ? എൻ്റെ മേലെ ആരാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ ശരിക്ക് നമ്മുടെ മശായിഖ്മാരുടെ മുമ്പിൽ നിന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തൻ്റെ ആദാബുൽ മുരീദിൽ പറയുന്നുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഭയങ്കര മസല പറയാനോ ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ഈ പുതിയ ഇറങ്ങുന്ന കുട്ടികൾക്ക് അങ്ങനെ
വരാറുണ്ടോ എന്നൊരു പേടിയുണ്ട്. വലിയ ആലിമീങ്ങളോട് ഭയങ്കര ടെർമിനോളജിയൊക്കെ പറഞ്ഞിട്ട് അവരെ കീഴ്പ്പെടുത്തുന്ന സംസാരം നമുക്ക് ഉണ്ടാവരുത്. അങ്ങനെയൊന്നും സംസാരിക്കരുത്. നല്ല അദബുണ്ടാണ്. അദബ് വളരെ പ്രധാനമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? പ്രയോഗത്തിൽ വലുത് എന്നുള്ളത് കൊണ്ട് തന്നെ അബ്ബാസ് അങ്ങക്ക് മനസ്സിലായിട്ടുണ്ട് പ്രായം കൊണ്ട് വയസ്സുകൊണ്ട് ആര് വലുത് എന്നാണ് ചോദ്യം എന്ന്. ഉറപ്പല്ലേ അബ്ബാസ് റളിയല്ലാഹു അല്ലേ വലുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പൻ്റെ സഹോദരനല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹു? ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് വലുത്. പ്രായം കൊണ്ട് വലുത് ഒരെന്നെ. പക്ഷെ വലുത് എന്ന പ്രയോഗം ഉള്ളത് കൊണ്ട് തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പ്രയോഗം കണ്ടോ? നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? മറുപടി, ഹുവ അക്ബറു മിന്നി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നേക്കാൾ വലുത്. വഉലിത്തു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചെന്നേ ഉള്ളൂ, അത് നോക്കണ്ടാന്ന്. യെസ്, ഇതാണ് മനുഷ്യൻ. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹു വൽ അദബ്. ഈ സഖാഫി നിങ്ങളെ കൂടെ പഠിച്ചതാ? എൻ്റെ കുറേ ജൂനിയറാണ്. എന്താ മദ് ലാസിം അല്ലേ? എന്താ ആ കുറേ കൊണ്ട് നീട്ടിയത് കൊണ്ട് കാര്യം എന്താ സംഭവിച്ചത്? എന്താ നമുക്ക് ഉണ്ടായത്? എന്താ നമുക്ക് ഉണ്ടായത്? അതുകൊണ്ട് എന്താ ഇപ്പം സംഭവിച്ചത്? അബ്ദുൽ ഹവക്കാരാവരുത് നമ്മൾ. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സംസാരമോ ഇടപെടലോ നമുക്കുണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്. ഇനി ശേഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ വിഷയം വെളിച്ചം കിട്ടും. അബ്ദുൽ ഹവക്കാരാവരുത്. ഇനിയും നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് കുറച്ച് വേഗത ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തത് അബ്ദുദ്ദീനാറാണ്, പണത്തിന്റെ അടിമ. പണം എന്താണോ മൂപ്പരോട് പറയണത് അതിനനുസരിച്ച് മൂപ്പര് ചെയ്യും. ബന്ധം തെറ്റിക്കണമെങ്കിൽ തെറ്റിക്കും, കപട ബന്ധം ഉണ്ടാക്കുകയും ചെയ്യും. ദീനാർ എന്ന് പണത്തിന് പേര് വരാനുള്ള കാരണം അതുകൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നാർ നരകവും വാങ്ങാൻ പറ്റും. സെറ്റിംഗ്സിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഏതും ക്ലിക്ക് ചെയ്യാം. പണം കൊണ്ട് ദീൻ വാങ്ങാം, പണം കൊണ്ട് നാർ നരകവും വാങ്ങാം. അതാണ് ദീൻ നാർ. അത് മേജ് ചെയ്തിട്ടാണ് ദീനാർ എന്ന പദം വന്നത്. പണത്തിന്റെ അടിമകൾ എന്താ അവരുടെ പ്രശ്നം? അവരെ പേര് റിയാസ്, കമാല്, ജമാൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഒറിജിനൽ ഒരു അബ്ദുദ്ദീനാറാണ്. പണത്തിനു വേണ്ടി എന്ത് പൊട്ടത്തരും ചെയ്യും. എന്ത് വിചാരത്തിൽ മൂപ്പരിക്ക് ഉണ്ടാവുക പണമായിരിക്കും. അവിടെ പോയാൽ എത്ര പൈസ കിട്ടും, ഇവിടെ പോയാൽ എത്ര കിട്ടും, അവിടെ ഞാൻ പോകണില്ല, അവിടെ പണം കുറവാണ്, അതിനില്ല. എന്തിനധികം എന്ന് വെച്ചാൽ ജ്യേഷ്ഠ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു സ്ഥലം കച്ചവടമാക്കിയ മോനെ, എനിക്ക് ഗൾഫിലൊന്നും നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് ആ മേഖലയിൽ വലിയ പിടിപാടില്ല. ആ ഘട്ടത്തിൽ പോലും ആരോടാണോ കച്ചവടം നടത്തുന്നത്, ഭൂമി കച്ചവടം നടത്തുന്നത്, അയാളോട് പറയും നിങ്ങൾ പൈസ ഡയറക്റ്റ് ജ്യേഷ്ഠനോട് പറഞ്ഞോ. ഞാൻ പിന്നെ ജ്യേഷ്ഠനോട് നേരിട്ട് പറയുമ്പോൾ കിട്ടുന്ന ലാഭം ജ്യേഷ്ഠനോട് എങ്ങനെ ലാഭം എടുക്കൽ? ലാഭം എടുക്കുന്നില്ല എന്നല്ല, ഡയറക്റ്റ് വാങ്ങുന്നില്ല. ഈ ഹയവാൻ്റെ ചിന്തകൾ കണ്ടോ? ഒരു 500 റുപ്യ ലാഭം കിട്ടാനാണ് ബന്ധത്തിൽ പോലും മൂപ്പര് തുരങ്കം വെക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എവിടെയും പൈസ കിട്ടണം മൂപ്പർക്ക്. മൂപ്പരുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ പിശുക്കായിരിക്കും. കിതാബിൽ കാണാം പിശുക്ക്. മൂപ്പര് എടാ ആ ഉസ്താദിനെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. റെയിൽവേയിൽ ഞാൻ കാറിൽ കൊണ്ടുവിടുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി 120 രൂപൻ്റെ എണ്ണ പോകുമ്പോൾ എന്താ അറിയില്ല, ചെറിയ നാട്ടുവേദന ഉണ്ട് എന്ന് നിൻ്റെ കാറ് കൊടുക്കോ. റെയിൽവേയിൽ എത്തോന്ന് അറിയില്ല, എണ്ണ കുറവാണ്. മൂപ്പര് ഒരു പിശുക്കനാണ്. എടോ നീ ഒരു 2 കിലോ ആപ്പിൾ വാങ്ങണേന്ന് പെങ്ങൾ ഇത്താത്ത പറഞ്ഞു. എന്തിനാ? ഫ്രൂട്ട് സലാഡ് ആക്കാനാണ്. ഇത്താത്തയാണെങ്കിൽ ഒരു കണ്ണിങ്ങുള്ള ആളാ. 2 കിലോ എത്ര കുറവുണ്ടെങ്കിലും പിടിക്കും മൂപ്പത്തി. അതുകൊണ്ട് ഒരു ആപ്പിൾ വാങ്ങാൻ കയറി. അപ്പോൾ കടക്കാരൻ ഇബ്രാഹിം പറഞ്ഞു, 2,100 ഉണ്ടല്ലോ മോനെ, എടുക്കണോ? വേണ്ട വേണ്ട, കറക്റ്റ് എടുത്താൽ മതി. ഈ ആപ്പിൾ എടുത്താൽ 1,900 ആവും. ആ പ്രശ്നമില്ല, 100 ഗ്രാം ഒഴിവായാൽ 18 രൂപ ലാഭം കിട്ടും. ഇവനെന്തപ്പം പറയേണ്ടത്? മലയാളത്തിൽ പദമില്ല കേട്ടോ, ബാക്കികൾ ഊഹിച്ചെടുക്കേണ്ടതാണ്. എന്തപ്പം പറയേണ്ടത്? ഒരു തരം പിശുക്കനവര്. പിശുക്ക് എന്ന് പറഞ്ഞാൽ പിശുക്കായി. നമുക്കും സ്വതക്കൊക്കെ ഉണ്ടാവും. ആ സ്വതക്കയിലും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഈ പരിപാടിയുടെ ലാസ്റ്റ്
ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി ഒരു 500 രൂപ തരാൻ പറ്റുന്ന ഒരു 20 ആൾ കൈവെക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുന്ന് വേഗം ഒരു 20 ആൾ കൈവെക്കും. ഓക്കെ, ശരി, നിങ്ങൾ നല്ല നാട്ട്. അതേസമയത്ത് വയലിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ബക്കറ്റ് വരുന്നുണ്ട്. ഏതെങ്കിലും ആ 20-ൽ നിന്ന് ഒരു മനുഷ്യൻ ആ ബക്കറ്റിന് 500 ഇടോ? ഇല്ല. എന്തുകൊണ്ട്? ബക്കറ്റിൽ 500 ഇട്ടാല് ഉസ്താദ് എന്താ പറയുന്ന, 500 ബക്കറ്റിലിടാനൊന്നും നടക്കൂലോ. 500 എല്ലാം ഒരു മനുഷ്യനും ഒരു കൈവെക്കണ്ടേ? എടാ, ചരിത്രത്തിൽ സംഭവിക്കും നമ്മളെ ബക്കറ്റിൽ ഒരു 500 ഇടല്. എന്താ സംഭവിക്കാത്ത? ബക്കറ്റിനായിട്ട് കണ്ടുപിടിച്ച നോട്ട് തന്നെ 10 രൂപയാണ്. 500 ഇട്ടിട്ട് ബക്കറ്റിന്റെ താഴ്ഭാഗം പൊട്ടി വീണാലോ? അല്ലേ? നമ്മുടെ സ്വതക്കയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, വേറൊരാൾക്ക് വേണ്ടിയാവരുത്, അള്ളാഹുവിന് വേണ്ടിയാവും. ഞാനിപ്പോൾ ആവശ്യത്തിലേക്ക് കടക്കാനല്ല, അത് വിശാലമായൊരു ലോകമാണ്. നമ്മുടെ സ്വതക്ക കിട്ടിയ ഒരാൾ നമ്മെ ബഹുമാനിക്കണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് തോന്നിയാൽ ആ സ്വതക്ക ബാത്തിലായി. നമ്മൾ സഹായിച്ചിട്ട് ഒരാൾ വീട് വെച്ചു, അയാൾ പിന്നീട് നമ്മളോട് അധികം ബന്ധമൊന്നുമില്ലെങ്കിൽ നമുക്ക് വിഷമമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വതക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. കാരണം എന്തേ? ഞാൻ സഹായിച്ചിട്ടല്ലേ അയാൾ വീട് വെച്ചത്. ആ കുട്ടി ദർസിൽ പഠിക്കണ കാലത്ത് എൻ്റെ വീട്ടിൽ നിന്നല്ലേ 5 കൊല്ലം ഫുഡ് കഴിച്ചത്. ഇപ്പം വലിയ ബിരുദധാരിയും സംഘടനാ നേതാവൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നിട്ട് എന്നെ ഒരു മെയിൻ്റ് പോലും ആക്കിയിട്ടില്ല. 5 കൊല്ലം ഫുഡ് കഴിച്ചിട്ടില്ലേ? ഈ ഫുഡ് കൊടുത്ത മെയിൻ്റാക്കാനാ? കണ്ടോ? സ്വതക്ക ബാത്തിലാവുന്ന ഒന്നും നമ്മളെ മനസ്സിലേ ഉണ്ടാവരുത്. ആയിഷ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ആയിഷ ബീവി ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ അടിമച്ചക്കനെ വിളിച്ചിട്ട് പറയും, ഈ സ്വതക്ക കിട്ടിയ ആളുടെ വേക്കിൽ തന്നെ നീ പോടുന്ന് പറയും. അയാൾ വീട്ടിലെത്തുന്നവരെ വേഗം പോടുന്നു പറയും. പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കും, അയാൾ സ്വതക്ക തന്നെ എനിക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ ഒരു പ്രശ്നമില്ല, അൽഹംദുലില്ലാ ദ്വാരന്നിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും സ്വതക്ക കിട്ടിയ ആൾ എനിക്ക് വേണ്ടി ദ്വാരന്നെന്നാണ് ആയിഷ ബീവി കേട്ടാൽ ഒന്നുകൂടി സ്വതക്ക കൊടുക്കും. കാരണം ഇപ്പം കൊടുത്ത സ്വതക്കൻ്റെ പ്രതിഫലം ഇവിടുന്ന് തന്നെ ദ്വാ ആയിട്ട് തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട്. അമ്മ കൊടുത്ത സ്വതക്കൻ്റെ ലിസ്റ്റാറ്റ ഉസ്താവ് വായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത റബിയുൽ ലെവലിൽ കളി കാണിച്ചു തരാമെന്ന്. കണ്ടാ? ശരിക്കും പറഞ്ഞാൽ അബ്ദുദ്ദീനാറായാൽ പൈസ കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത നേതാവാണ്. സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ കരയല്. എന്താ സിദ്ദീഖ് കരയണത്? മുത്തനബി എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അത് വേണ്ടില്ലായിരുന്നു. അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല നബിയെ. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കർ തന്നെയും തങ്ങൾക്കുള്ളതല്ലേ, പിന്നെന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? കണ്ടോ? അതാണ് അബ്ദുള്ളമാരുടെ അടയാളം. അവരുടെ മനസ്സിൽ ഒന്നും ചിന്ത തന്നെ ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ അബൂബക്കർ ഹാജിഖാന്റെ ആറ്റ സംഭാവന പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത മെഹ്ലറിന്റെ വാർഷികത്തിന് കാണാം. നമ്മൾ കുറെ മാറാനുണ്ട്. ആരെയും തൃപ്തിപ്പെടുത്താനും ഒരു എൻട്രി പാസ് കിട്ടാനും ഒരു മൊമെന്റോ ഷോക്കേസിൽ കിട്ടാനും നമ്മൾ പണിയെടുക്കരുത്. അള്ളാന്റെ അടുത്തെത്തിയാൽ കുടുങ്ങിപ്പോവും. നമ്മളെല്ലാം ശ്രദ്ധിക്കണം. മൂന്നാമത്തത്, ഇതാണ് ഇന്നത്തെ വഅളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശരിക്കും ശ്രദ്ധിക്കണം. അബ്ദുള്ളയാണ് അള്ളാഹുവിന്റെ അടിമയായി നമ്മൾ ജീവിക്കണം. അവർക്ക് 5 പ്രത്യേകതകളുണ്ട്. ആരാണ് അബ്ദുള്ള? നമുക്ക് അബ്ദുള്ളയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ലോകത്തെ ഏറ്റവും നല്ല അബ്ദുള്ള ആരാണ്? ഹബീബായ മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ നമ്മുടെ സ്ഥാനം പറയാനാണ് ഭയങ്കര ഇഷ്ടം. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന വിദ്യാഭ്യാസ ക്വാളിറ്റി ഉണ്ട്, ഞാൻ ഇന്നടുത്താണ് പഠിക്കണത്, ഞാൻ ഇത്ര കൊല്ലമായി സംഘടനയിൽ, ഇങ്ങനെ ഓരോ പൊസിഷൻ പറയാനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം എന്താ? നമ്മൾ ഓതിയ അൽകഹഫ് സൂറത്തിലില്ലേ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, ജിന്നല്ല മലക്കല്ല, നിങ്ങളൊക്കെ മനുഷ്യന്മാരായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. കേട്ടാ? അവിടെ മുജാഹിദുകാർ അർത്ഥം വെക്കണ പോലെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് ആയത്ത്. ഇനി ഹദീസിലേക്ക് നോക്കൂ, ഇന്നമാന അബ്ദുൻ, ഞാനൊരു അടിമയാണ്.
തങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണത്? സ്വഹാബത്തിന്റെ ചോദ്യം. മറുപടി, അജിലിസു കമാ യജിലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. തങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്ന തിന്നുന്നത്? ആക്കുലു കമാ യഅ്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നോളാം. കണ്ടോ കണ്ടോ? ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, രാജാവ് ആകുന്ന നബിയാകുന്നോ അടിമയാകുന്ന നബിയാകുന്നോ? എന്താണ് തങ്ങൾക്ക് വേണ്ടത്? ഒരടിമയാകുന്ന നബി ആയിക്കോളാം. എനിക്ക് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയാനാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് തങ്ങൾ പറയണത്. ഞാൻ അള്ളാന്റെ അടിമ. ആയിരക്കണക്കിന് പേരുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ പേരുകളെ മാത്രം വിശദീകരിച്ച നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന കിതാബുകൾ കേട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു. റസൂലുള്ളാഹിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന 150-ലധികം പൗരാണിക ഗ്രന്ഥങ്ങളുണ്ട്. ജനന സ്ഥലത്തിനെ കുറിച്ച് മാത്രം പറയുന്ന 50-ലധികം കിതാബുകളുണ്ട്. ഒരു കിതാബ് കാണാം, ലഹ്ഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ചിരി, ഒരു കിതാബാ. എൻ്റെ അടുത്തുണ്ട് ആ കിതാബ്. വേറൊരു കിതാബ് തബസ്സുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പുഞ്ചിരി. റസൂലുള്ള ചുണ്ട് തുറന്നാൽ കിതാബ്, ചുണ്ട് പൂട്ടിയാൽ കിതാബ്. നബി തങ്ങൾ കരഞ്ഞ നിമിഷങ്ങൾ, മവാഖിഫുൻ ബഖാ ഫീഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കിതാബിന്റെ പേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച സന്ദർഭങ്ങൾ വേറെ കിതാബാ. നബി തങ്ങളുടെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്ത 60 സ്വഹാബിമാരുടെ ചരിത്രം പറയുന്ന കിതാബ്, ഒരു കിതാബാ. നബി തങ്ങളുടെ വഹി എഴുത്തുകാരായ 44 സ്വഹാബിമാരുടെ ചരിത്രം പറയുന്ന കിതാബ് വേറെ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലിൽ നിന്ന് 100 ഒട്ടകം വീതം കിട്ടിയ 60 സ്വഹാബിമാരുടെ ചരിത്രം പറയുന്ന ഒരു കിതാബ് വേറെ ഉണ്ട്. എത്ര കിതാബുകളാ! നബി തങ്ങളുടെ ഓരോ അവയവങ്ങളുടെ പ്രത്യേകത വിശദീകരിക്കുന്ന കിതാബും വേറെ ഉണ്ട്. നമ്മൾ പഠിക്കണില്ലല്ലോ. ഈ റബീഉൽ അവ്വൽ ഒരു പഠനത്തിനുള്ള റബീഉൽ അവ്വൽ ആവട്ടെ, പഠിക്കൂ നമ്മൾ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത വിശേഷണങ്ങളുണ്ട്. ഔസാഫുഹുമാ യൻതഹി തഅദാദുഹാ, അവിടുത്തെ വിശേഷണങ്ങൾ എണ്ണിത്തീരൂല. പക്ഷെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ത് പറയാനാണെന്നറിയാം? തങ്ങളെ കുറിച്ച് എന്ത് പറയാനെന്നറിയാം? അബ്ദുള്ള എന്ന് പറയാനാ. ഞാൻ അള്ളാന്റെ അടിമ എന്ന് പറയാനാ തങ്ങൾക്ക് ഇഷ്ടം.